അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഫ്ശു സലാമ ബൈനക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു വരുന്ന വലിയൊരു പാഠമാണ്. നിങ്ങൾ വിശ്വാസികൾക്കിടയിൽ നിന്ന് സലാം പറയുന്നത് വ്യാപിപ്പിക്കണേ എന്ന്. പരസ്പരം കാണുമ്പോൾ സലാം പറയണം. ചെറിയ ആൾ വലിയ ആളൊന്നുമില്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയും. സലാം പറയുമ്പോൾ ഒരു സുന്നത്തിൻ്റെ കൂലിയും മടക്കൽ നിർബന്ധമാണ്. അപ്പോൾ ആ നിർബന്ധത്തിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ സുന്നത്തിൻ്റെ കൂലിയും മറ്റൊരാളെ കൊണ്ടൊരു ഫർള് ചെയ്യിപ്പിച്ചതിൻ്റെ കൂലി നമുക്ക് കിട്ടൂലേ. അതുകൊണ്ട് പരസ്പരം സലാം പറഞ്ഞോളി. വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുക, പരസ്പരം ബന്ധം കൂട്ടിയുറപ്പിക്കാനൊക്കെ ഇത് കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെയല്ലേ. നമ്മളൊരാളെ കാണുമ്പോൾ മിണ്ടാതെ പോകുന്നതിനേക്കാളും നല്ല ഇരുന്ന് ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമുക്കിടയിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കല്ലേ, അല്ലെങ്കിൽ ഒന്നുകൂടി അത് ബലപ്പെടുകയല്ലേ ചെയ്യാം. അങ്ങനെ ചില ആളുകളോട് സലാം പറയരുത് എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ മുബത്തദിയ, ഫാസിഖ് തുടങ്ങിയ ആളോട് നിങ്ങൾ സലാം പറയാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. മുബത്തദിയ എന്ന് പറയുമ്പോൾ പുത്തംവാദികൾ, അല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുത്തൻ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന പ്രസ്ഥാനക്കാരുണ്ടാവും. അവരോട് നിങ്ങൾ സലാം പറയേണ്ട ആവശ്യമില്ല. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ പുത്തൻവാദികളോട് നിങ്ങൾ സലാം പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. മറ്റൊരാൾ ഫാസിഖാണ്. ഫാസിഖ് എന്ന് പറയുമ്പോൾ ഫാസിഖിനെ പറ്റി പറയാൻ കുറേ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.